മക്കളെ തിയേറ്റേഴ്സൊക്കെ തൂഫാനാവാൻ തിയേറ്ററിലെ സ്പീക്കറും കാര്യങ്ങളൊക്കെ അടിച്ചു പോകാൻ ആ രീതിയിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും കാന്താര പാർട്ട് 1 ലെജൻഡ് അഥവാ കാന്താരയുടെ സീക്വൽ അല്ല, ഇത് പ്രീക്വലാ. കാന്താര കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാന്താര ഫസ്റ്റ് പാർട്ട് കാണാൻ നല്ലതായിരിക്കും, അടിപൊളി പടമാണ്, വേറെ ലെവൽ സിനിമയാണ്. ഞാനത് തിയേറ്ററിൽ മിസ്സായത്, പക്ഷെ ഇത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിരിക്കും. എടേ ട്രെയിലർ തന്നെ എന്ത് ട്രെയിലറാണ്, 3 മിനിറ്റ് ട്രെയിലർ. പക്ഷെ എനിക്ക് ഒരു കഥ പോലും ഗസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ഗസ് ചെയ്യാനൊക്കെ പറ്റി, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ പറ്റി. പക്ഷെ എന്തിരുന്നാലും കൂടി ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രെയിലർ, അന്യായ കട്ട്. ഞാൻ റിയാക്ഷൻ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു, പക്ഷേ യൂട്യൂബ് അത് 2 വട്ടം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇനി ഞാനത് ഇടുന്നില്ല. ഏതായാലും ഇങ്ങനെ പറഞ്ഞേക്കാം, അടിപൊളി തന്നെ, അടിപൊളി. ചില ഫ്രെയിംസ് ഒക്കെ കാണണം, അയ്യോ ആ ക്യാമറമാൻ അങ്ങനെ എഫേർട്ട്, നമ്മൾ ക്യാമറമാൻ്റെ എഫേർട്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്രെയിംസ് ഒക്കെ അടിപൊളി, ലൈറ്റിങ്ങും സി ജി ഏതാണ് റിയൽ ഏതാണ് മറ്റേതെന്ന് അറിയാൻ പറ്റുള്ള. ഇതിൻ്റെ സെറ്റിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചുള്ള കാര്യം നമുക്കറിയാം. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ മരിച്ചു പോയത് ഈ സിനിമയുടെ ഓരോ ഷോട്ടുകൾ നമുക്ക് അത്ര റിസ്കി ആയിട്ട് അവരെടുത്തേക്കണം. എക്സ്പ്ലോഷൻസും ഒരുപാട് ആളുകളെയൊക്കെ വെച്ചിട്ട് വയലൻസും ബ്ലഡ് ഷെഡും പരിപാടിയും ഈ ട്രെയിലറിൽ തന്നെ നമുക്കെല്ലാം വ്യക്തമായിട്ട് എന്തുകൊണ്ട് അവർക്ക് അത്ര അപകടം, കുറച്ചും കൂടി സേഫ്റ്റി പ്രിക്കോഷൻസ് വെക്കാമായിരുന്നു എൻ്റെ അഭിപ്രായത്തിൽ പറയാനുണ്ട്. പക്ഷേ അജിനേഷ് ലോക്നാഥിൻ്റെ ബീജിയം അജിനേഷ് ലോക്നാഥ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക്. അത് കാന്താര ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടതാണ്, പിന്നെ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക് സൗണ്ട് എഫക്ട്സ്, VFX തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ ഒരു VFX ഏതാണ് റിയൽ ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്തൊരു സംഭവം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ജെറാമേട്ടൻ ഒരു സീൻ നമ്മൾ ജെറാമേട്ടനെ കാണിക്കുന്നു, ജെറാമേട്ടൻ നല്ലൊരു റോളാന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് കോമാളി ആവാതെ, മറ്റേ വിദൂഷകൻ കോമാളി ആരബലാവാതെ മതി, നല്ല റോളാണ് ജെറാമേട്ടനിൽ ഞാനും പ്രതീക്ഷിക്കുന്നത്. പിന്നെ റുക്മിണി വസന്ത് ഉണ്ട് പേരായിട്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ കാന്താര ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇതൊരു പ്രീക്വലാണ്. കാന്താര കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ആ ഒരു ക്യാരക്ടറായിട്ട് ഇമോഷണലി ഇമോഷൻസ് ഒക്കെ തോന്നും. എനിവേസ് ഇതൊരു ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു പ്രീക്വലാണ്. ഒരു മുമ്പ് കടന്നൊരു പഴയ ഒരു ആൻസെസ്റ്റർ ഹിസ്റ്ററി അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയാണ് കാന്താര പാർട്ട് 1 ലെജൻഡ്, അഥവാ കാന്താര എന്ന സിനിമയുടെ പ്രീക്വലാണ് ഈ വരാൻ പോകുന്ന സിനിമ ഒക്ടോബർ 2 ഇത് എനിക്ക് തോന്നുന്നത് 500 കോടി 300 ഷുവറാണ്. 100 കോടിയൊക്കെ പുഷ്പം പുട്ടും പഴം പോലെ എനിക്ക് 300 കോടി കിട്ടും. എനിക്കങ്ങനെ പറഞ്ഞു, പുട്ടും പഴം പോലെ കിട്ടും. അതുപോലത്തെ ഒരു ട്രെയിലറാണ് കിട്ടിയിരിക്കുന്നത്. സീൻ അടിപൊളി, വിഷയം തന്നെ വിഷയം, ഒരു ഫ്രെയിംസും നമുക്കത് കാണുമ്പോൾ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ്. ലാസ്റ്റ് തീയൊക്കെ കാണിച്ച ഷോട്ട് കണ്ടല്ലോ, ഇത് എനിക്ക് തോന്നുന്നു IMAX കണ്ടാലും നഷ്ടം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. IMAX കാണണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ 4K അറ്റ്മോസിൽ തന്നെ, ലേസർ അറ്റ്മോസിൽ തന്നെ ഞാൻ എന്തായാലും പോയി പടം കാണുന്നതായിരിക്കും. എവിടെയും നല്ല തിയേറ്ററിൽ, ഏറ്റവും ബെസ്റ്റ് തിയേറ്ററിലായിരിക്കും ഞാൻ ഈ സിനിമ കാണുക. ഒരിക്കലും ഒരു കൂതറ തിയേറ്ററിൽ നിങ്ങൾ പോയി പടം തല വെച്ച് കൊടുക്കൂല മോനെ. ദിസ് ഇസ് ഗോണ റീറൈറ്റ് ഹിസ്റ്ററി. 2022 കാന്താര സംഭവിച്ചത് വീണ്ടും സംഭവിക്കാൻ പോകുന്നതാണ് എൻ്റെ മനസ്സ് പറഞ്ഞത്. ഇത് മറ്റേ പടം കാണാനും ആരെങ്കിലും പിന്നെ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞോ, കാരണം ഒരു മരണ പടമാണിത്, മരണ ബ്ലഡ് ഷെഡും. അതുപോലത്തെ ഒരു ട്രെയിലർ തന്നെ നമുക്ക് കുറച്ച് ചില സീക്വൻസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മരണ പടമാണ്. അതുകൊണ്ട് എല്ലാവരും ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വയ്ക്കുക. ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എക്സ്പയർ ആയെങ്കിൽ റിന്യൂ ചെയ്യുക. ഓക്കെ, പുതിയ പോളിസികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി വയ്ക്കുക. ഇതൊരു മരണ പടമാണ്, മരണ എന്താ പറയുക, ഒരു ചോര തളപ്പ് എന്നൊക്കെ പറയും, ആ ലെവലൊരു തരാൻ പോകുന്നൊരു പടമായിരിക്കും. വീട്ടിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇത് തിയേറ്ററിൽ ഉള്ള സംഭവമാണിത്. എന്തായാലും ഒക്ടോബർ 2 ആണ് പടം ഇറങ്ങുന്നത്, ഗാന്ധി ജയന്തിയുടെ അന്ന്. ഞാനും ചിലപ്പോൾ പിറ്റേന്നൊക്കെ ആയിരിക്കും കാണുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ പോകുന്നത്. ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് നിങ്ങൾ പറ. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. പക്ഷെ കുറച്ച് ലെങ്ത് കുറയ്ക്കാമെന്ന് തോന്നിപ്പോയി, കുറച്ചും കൂടി കട്ട് ഷോട്ട് ചെയ്യാൻ തോന്നിപ്പോയി. ഇത് ഏതാണ്ട് ഒരു കഥ റിവീൽ ചെയ്യുന്ന പോലെ ആയി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ലാസ്റ്റ് ഷോട്ടും കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ എടുത്തു വെച്ചിരിക്കുന്ന സിനിമാറ്റോഗ്രാഫി എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, ഇത്രയും ആ ഒരു എഫേർട്ട് നമുക്ക് ഓരോ ഫ്രെയിമിലും കാണാൻ പറ്റില്ല. പിന്നെ എൻ്റെ സെറ്റിൽ മരണപ്പെട്ടതിൻ്റെ ആ ഒരു റീസൺ നമുക്ക് ആ ഒരു
ആ ഒരു സെറ്റിൽ മരണപ്പെട്ട ആളുകളുടെ ആ ഒരു എഫേർട്ട് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അവരുടെ കൂടെയൊക്കെ ഒരു ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസസ് എനിക്ക് പറയാനുണ്ട്. എന്തായാലും സിനിമ നല്ലതാവട്ടെ, നല്ല രീതിയിൽ. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസാണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേ. ഞാൻ ഇപ്പോൾ തന്നെ 3 വട്ടം ട്രെയിലർ കണ്ടു, അടിപൊളി. എന്തായാലും ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.